എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളും ഗിരിദേവനും മോഹിനി രൂപം കൊണ്ട് മഹാവിഷ്ണുവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ്. ഈ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞു, അല്ല ഗിരിദേവ, എനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയത്തില്ല. പിന്നെ എങ്ങനെയാ ഈ ചേച്ചി അതെ ആ യക്ഷിയമ്മയ്ക്ക് വാക്ക് കൊടുത്താൽ ഞാൻ ഡാൻസ് മത്സരിക്കുന്നു? എനിക്ക് തമ്പുവിനോട് മത്സരിക്കാനൊന്നും അറിയത്തില്ല, എനിക്കറിയില്ല ഡാൻസ് ചെയ്യാൻ പോലും. അതൊക്കെ ചേച്ചി പഠിപ്പിച്ചു തന്നോളൂ. എങ്ങനെ പഠിപ്പിച്ചു തരാനാ ഗിരിദേവ? ഇതേ ഒറ്റ ദിവസം കൊണ്ട് ഡാൻസ് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? പറ്റും, ചേച്ചിയല്ലേ പഠിപ്പിക്കുന്നേ. ഉണ്ണിമോള് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉണ്ണിമോൾക്ക് ഭയങ്കര ടെൻഷനാ. ഇന്നുവരെ ഡാൻസ് ഒന്നും പഠിച്ചിട്ട് പോലില്ല. അങ്ങനെയുള്ള താനാണ് ഡാൻസ് ഒക്കെ അറിയാവുന്ന, നൃത്തം അറിയാൻ തമ്പുരുവിനോട് മത്സരിക്കാനായിട്ട് പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് ഉണ്ണിമോൾക്ക് വല്ലാത്തൊരു ടെൻഷനാണ്. പിന്നീട് കാണിക്കുന്ന ഒരു ക്ഷേത്രത്തിനവിടെ വെച്ച് ഗുരുസ്വാമി കെട്ട് നിറയ്ക്കുകയാണ്. കെട്ട് നിറയ്ക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നേരത്തെ ഉണ്ണിമോളെ തട്ടിക്കൊണ്ട് പോയ രണ്ട് ഗുണ്ടകളും വരുന്നത്. അവരുടെ ദേഹമൊക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മൊത്തം വ്രണമായിട്ടിരിക്കുക. അങ്ങനെ അവര് വന്നിട്ട് ഗുരുസ്വാമിയോട് പറഞ്ഞു, ഗുരുസ്വാമി ഞങ്ങൾക്ക് കൂടെ കെട്ട് നിറച്ച് തരണമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആകപ്പാടെ നോക്കി ഇങ്ങനെ, നിങ്ങൾക്ക് കെട്ട് നിറച്ചു തരാനോ? അത് പറ്റില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ ആകപ്പാടെ പൊട്ടി ഒലിച്ച് ഒരു ദുർഗന്ധമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. 10,000-കണക്കിന് ആൾക്കാർ ശബരിമലയിലേക്ക് വരുന്ന ആ സമയത്ത് നിങ്ങൾ ഈ ദുർഗന്ധമായിട്ട് ഈ പകർച്ചവ്യാധിയായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നേ? മറ്റുള്ളവർക്കും അത് ബാധിക്കില്ലേന്ന് ചോദിക്കാം. ഇല്ല ഗുരുസ്വാമി, ഇത് ഞങ്ങൾക്ക് മാത്രം പിടിപെടുള്ളൂ, വേറെ ആർക്കും ഇത് ഒന്നും പറ്റില്ല എന്ന് പറയണം. അത് നിങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായില്ല. കെട്ട് നിറച്ചു തരാനായിട്ട് എന്നെ കൂടെ പറ്റില്ല എന്ന് പറയാം. അങ്ങനെ പറയല്ലേ. അല്ല നിങ്ങളിത് എവിടെന്നാ വന്നേ? നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടില്ലോ. ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്നാ. അല്ല അവിടെ ആരും കെട്ട് നിറച്ചു തരാൻ നിങ്ങൾക്ക് ഇല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ സ്വാമി, അവിടെ ആരും ഞങ്ങൾക്ക് കെട്ട് നിറച്ചു തരാനായിട്ട് തയ്യാറാകുന്നില്ല. എന്നിട്ടാണോ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എനിക്ക് കെട്ട് തരാൻ പറ്റില്ലെന്ന് പറയണം. അപ്പോഴേക്ക് തിരുമേനി അങ്ങോട്ട് വന്നു. തിരുമേനി വന്നപ്പോ അവരെ തിരുമേന്റെ അടുത്ത് നിന്നിട്ടോ, തിരുമേനി എങ്കിലും ഒന്ന് പറ, ഞങ്ങൾക്ക് കെട്ട് നിറച്ചു തരാൻ പറ എന്ന് പറയാണ്. അല്ല നിങ്ങളുടെ ദേഹത്ത് ഇത് എന്താ പറ്റിയത്? ഇത് പകർച്ചവ്യാധി ഒന്നും അല്ല തിരുമേനി, ഇത് പമ്പയിലൊന്നും മുങ്ങി കുളിച്ചുമ്പം ശരിയാവും അങ്ങനെ പറഞ്ഞെന്ന് പറയണം. ആര് പറഞ്ഞെന്ന് നിങ്ങൾ പറയുന്നത്? പമ്പയിൽ മുങ്ങി കുളിച്ചാൽ ഇത് മാറുമെന്ന്. ഇത് കേട്ടത് അവർ പറഞ്ഞു, ഒരു കുട്ടി പറഞ്ഞെന്ന് പറയാം. കുട്ടിയോ? ഏത് കുട്ടി? അത് പിന്നെ ആലോചിച്ചിട്ടു. ആ കുട്ടിയുടെ പേര് ഗിരിദേവൻ. ഗിരിദേവൻ മറ്റാന്നാന്ന് പറയണം. ഓ ഗിരിദേവൻ പറഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ ഗിരിദേവൻ ഒരു വെറും കുട്ടിയല്ലെന്ന് പറയണം. ഗുരുസ്വാമി ധൈര്യമായിട്ട് കെട്ട് നിറച്ചു കൊടുത്തോളൂ. കാരണം ഗിരിദേവൻ പറഞ്ഞാണെങ്കിൽ പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആർക്കും ഈ വ്യാധി വ്യാപിക്കില്ല. ധൈര്യമായിട്ട് കെട്ട് നിറച്ചു കൊടുക്കാൻ പറയണം. പക്ഷേങ്കില് ഈ സമയത്ത് ഗുരുസ്വാമി പറഞ്ഞു, അതെ ഗിരിദേവനെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടായിരിക്കും, പക്ഷെ തിരുമേനിക്ക് അറിയായിരിക്കും, എനിക്കറിയില്ല. അതുകൊണ്ട് ഗിരിദേവനല്ല, സാക്ഷാൽ അയ്യപ്പസ്വാമി വന്നപ്പോഴും ഞാൻ കെട്ട് നിറച്ചു കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവാണ്. ഈ സമയം അവന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല. ശരി തിരുമേനെന്ന് പറഞ്ഞ് അവന്മാര് പോവാണ്. ആരെങ്കിലും കെട്ട് നിറച്ചു കൊടുക്കണം. കാരണം ഗുരുസ്വാമിമാര് കെട്ട് നിറച്ചു കൊടുക്കണമെന്നാണ് അന്ന് ഗിരിദേവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആര് കെട്ട് നിറച്ചു കൊടുക്കാനാ? ആരെങ്കിലും കെട്ട് നിറച്ചു കൊടുത്താലേ അവിടെ പമ്പയും മുങ്ങി കുളി കയറി മാത്രമേ ഈ വ്യാധികളൊക്കെ ദേഹത്തുനിന്ന് മാറുകയും ചെയ്യത്തുള്ളൂ. ആ സമയം ആകെപ്പാട് ടെൻഷൻ അടിച്ച അനസൂയയും വിനോദും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ നടക്കുവാണ്. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരെ ഉണ്ണിമോള ഉണ്ടാക്കി വെച്ച ആ ശിവലിംഗത്തിന്റെ അവിടെ എത്തുവാണ്. അവിടെ അങ്ങനെ അവിടെ വിളക്കൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അവരവിടെ ഒരു നിമിഷം നിൽക്കുകയാണ്. ഈ സമയം ആ ശിവലിംഗത്തെ നോക്കി പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശി, എന്റെ ഭഗവാനെ, എന്റെ ഉണ്ണിമോൾക്ക് ഒരാപത്തും വരത്തില്ല, എന്റെ ഉണ്ണിമോളെ കാത്തോണേ. നമ്മൾ ഇത്ര ദൂരം നടന്നിട്ട് ഉണ്ണിമോളെ കുറിച്ച് നമുക്ക് ഒരറിവും കിട്ടിയിട്ടില്ലോ. അവൾ എവിടെ പോയതാ, എന്തിനു പോയതാ ഒന്നും അറിയത്തില്ലോ. ഗിരിദേവനെ ബാവയും പോലും കണ്ടു കിട്ടിയിട്ടില്ലോ എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, ഞങ്ങൾ മുമ്പ് ഇതിനിവിടെ വന്നിട്ടുണ്ട്. എന്തിനാന്നറിയാവോ? വനമാലീശ്വരന് മാല കെട്ടി കൊടുക്കാനായിട്ട്. ഒരു പക്ഷെ വനമാലീശ്വരന് മാല കെട്ടിയിടുവാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും. അതുകൊണ്ട് വനമാലീശ്വരന് മാല കെട്ടി കൊടുക്കുക. നിങ്ങളുടെ കാര്യം ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കൂടി പൂക്കൾ പറിച്ചോടുന്ന് വനമാലീശ്വരന് മാല കെട്ടി കൊടുക്കാൻ പറയാം. ഇത് കേട്ടിട്ട് വിനോദ് പറഞ്ഞു, എന്തിനാ മാല കെട്ടി കൊടുക്കുന്നേ? ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കണില്ലല്ലോ. ഉണ്ണിമോൾക്ക് ഒരു ആപത്തും വരത്തില്ലെന്ന് പറഞ്ഞല്ലേ പ്രാർത്ഥിക്കുന്നേ. ഉണ്ണിമോള് ജനിച്ചപ്പോ മുതൽ അമ്മ പ്രാർത്ഥിക്കുന്നല്ലേ, എന്നിട്ട് ആ അമ്മയുടെ പ്രാർത്ഥന അയ്യപ്പസ്വാമി കേട്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ ചെയ്യുന്നേ? ഇത്രയായിട്ടൊരു പ്രാർത്ഥന കേൾക്കുന്നില്ല, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണേ? അങ്ങനെ പറയല്ലേ മോനെ. ഒരു പക്ഷെങ്കില് ഉണ്ണിമോളെ അയ്യപ്പസ്വാമി നമുക്ക് തിരിച്ചു തരും, നീ ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ശിവലിംഗത്തിന് അവിടെ പൂജ ചെയ്യുന്ന തിരുമേനി അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പൊ വനമാലീശ്വരന്റെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന തിരുമേനിയാ. ആ തിരുമേനിയെ കണ്ടത് മുത്തശ്ശൻ, ആഹാ തിരുമേനിയാണല്ലോ. പിന്നീട് അനസൂയ വിനോദിനെ പരിചയപ്പെടുത്താണ്. ഇതെന്റെ മകൻ വിനോദാന്ന് പറയാണ്. ഉണ്ണിമോളുടെ അച്ഛനാന്ന് പറയാൻ. ആണോ? അല്ല എന്താ ഇവിടെ നിന്ന് ചോദിക്കാം. ഉണ്ണിമോളെ അന്വേഷിച്ചു വന്നോന്ന് പറയണം. ഉണ്ണിമോളെ അന്വേഷിച്ചു വന്നോ? അല്ല ഇപ്പൊ ഉണ്ണിമോളെ നിങ്ങൾ കണ്ടില്ലേന്ന് ചോദിക്കാം. ഇല്ല കണ്ടില്ല.
ഉണ്ണിമോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് അവർക്ക് അത്ഭുതമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നോ? അതെ, ഈ കാണുന്ന ശിവലിംഗം ഉണ്ടല്ലോ, ഇവിടെ പൂജ ചെയ്യാൻ വരുന്ന സമയത്ത് ഉണ്ണിമോളാണ് ഇവിടെ എല്ലാം അടിച്ചു തളിച്ച് വൃത്തിയാക്കുന്നേ, വേണ്ടുന്ന പൂക്കളും കൊണ്ടുവരുന്നേ. എന്നിട്ട് നിങ്ങൾ ഉണ്ണിമോളെ ഇതിനും കണ്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതം തോന്നുന്നു പറയണം. ഇതെന്തൊരു മായാജാലം എന്ന് പറയണം. ഇത് കേട്ടാൽ ദേവകിയും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഉണ്ണിമോളെ കണ്ടില്ലെന്ന് പറയണം. ഉണ്ണിമോള് ഒരു പക്ഷെ ക്ഷേത്രം പണിയാനായിട്ട് ഉള്ള പണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുമായിരിക്കും എന്ന് പറയാ. ക്ഷേത്രം പണിയാനാ? അതെ, ഉണ്ണിമോള് കൊണ്ടുവന്ന് വെച്ച ശിവലിംഗം അത്. പിന്നീട് ഇവിടെ ഉണ്ണിമോൾക്ക് ശിവലിംഗം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്ഷേത്രം പണിയണമെന്ന് ഭയങ്കര മോഹം. കാരണം ഈ ശിവലിംഗത്തിന് അതിൻ്റെതായ ചൈതന്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തിരുമേനിയെ വിളിച്ച്, പ്രശസ്തനായ ഒരു തിരുമേനിയെ വിളിച്ച് ഞങ്ങൾ പ്രശ്നം വെച്ച് നോക്കിച്ചു. അപ്പോൾ അയാൾ വന്നപ്പോൾ പറഞ്ഞത് ഈ ശിവലിംഗത്തിന് ചൈതന്യം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്, ഇവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉണ്ണിമോള് ഓടി നടക്കുമെന്ന് പറയണം. ഇത് കേട്ടതും അനസൂയയും വിനോദമൊക്കെ പരസ്പരം നോക്കുകയാണ്. അപ്പോഴാണ് ദേവയമ്മയ്ക്ക് ഒരു ആശ്വാസമായത്. തന്റെ ഉണ്ണിമോൾക്ക് ഇതുവരെയായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ ഭഗവാനെ കാത്തോണേ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഉണ്ണിമോൾ ഇങ്ങോട്ട് വരുമെന്ന് പറയാം. അങ്ങനെ അവരോട് മാറി നിൽക്കുക. ഈ സമയം തിരുമേനി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയം അങ്ങനെ നൃത്തം തുടങ്ങുവാണ്. ഉണ്ണിമോളും തമ്പുരുവും തമ്മിലുള്ള അപ്പം വെറ്റി വെച്ചിരിക്കുകയാണ് യക്ഷിയമ്മയും മോഹിനിയും തമ്മില്. അങ്ങനെ നൃത്തം തുടങ്ങി കുറെ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും തമ്പുരു അങ്ങ് ക്ഷീണിച്ചു തുടങ്ങി. പക്ഷെ ഉണ്ണിമോൾക്ക് ഒരു കൂസലില്ല. ഉണ്ണിമോള് നന്നായിട്ട് നൃത്തം ചെയ്യുക. അവസാനം തമ്പുരു കുഴഞ്ഞു വീണു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും യക്ഷിയമ്മയ്ക്ക് സഹിച്ചില്ല. യക്ഷിയമ്മ ദേഷ്യപ്പെട്ട കൊണ്ട് പോവാണ്. തമ്പുരു പുറകെ കരഞ്ഞുകൊണ്ട് ചെല്ലുവാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് എന്ന് പറയും, യക്ഷിയമ്മ പറയും, മോള് വിഷമിക്കൊന്നും വേണ്ട, ഇതെന്തോ തന്ത്രങ്ങൾ ഇറക്കിയിരിക്കുന്ന അവര്, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല. ആദ്യം എന്നെ തോൽപ്പിച്ചു, അപ്സരസുകളെ വരെ തോൽപ്പിച്ചവളാ ഞാൻ, എന്നിട്ട് എന്നെ തോൽപ്പിച്ചു, ഇപ്പൊ മോളെയും തോൽപ്പിച്ചിരിക്കുന്നു. അവര് വെറും ആൾക്കാരല്ലെന്ന് പറയാണ്. അപ്പത്തേക്കും ഗിരിദേവനും ഉണ്ണിമോളും മോഹിനി അങ്ങോട്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്നെ ചതിയിലൂടെ തോൽപ്പിച്ചാന്ന്. ചതിയിലൂടെയോ? ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് ഗിരിദേവൻ പറയാ. അങ്ങനെയാണ് പിന്നെ നിങ്ങൾ എങ്ങനെ എന്നെ തോൽപ്പിക്കുന്നേ, എന്റെ മോളെ തോൽപ്പിക്കുന്നേ? കാരണം ഞാൻ അപ്സരസുകളെ വരെ തോൽപ്പിച്ചാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മോഹിനി മഹാവിഷ്ണുവിന്റെ രൂപമുണ്ട്. മോഹിനി പറഞ്ഞു, നമ്മള് നൃത്തത്തിലൊന്നും അഹങ്കാര കാണിക്കരുത്, കാരണം നമ്മളെ ആരെയും തോൽപ്പിക്കാൻ പറ്റില്ലെന്നുള്ള ചിന്തയൊന്നും നമുക്ക് ഒരിക്കലും പാടില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, എനിക്ക് നിങ്ങളെ മനസ്സിലായി, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറയാണ്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, ഒരു പ്രതിജ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഒരു ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ണിമോള് നൃത്തത്തിൽ ജയിക്കുവാണെങ്കിൽ ഉണ്ണിമോള് പറയുന്ന അനുസരിക്കാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവരൊരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് ഞാൻ ശപഥം ചെയ്തിരിക്കുന്ന കാര്യം തന്നെയാ, അത് ഞാൻ എന്തായാലും ഞാൻ ചെയ്തു തരൂ. അവളുടെ ആവശ്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ മതി, ആ ആവശ്യം ഞാൻ നിറവേറ്റി തരും. പക്ഷെ ഒരു വാരം തികയുന്ന ദിവസം ഞാനും നിങ്ങളും തമ്മിൽ ഇവിടെ ഒരു നൃത്തം ഉണ്ടായിരിക്കും, ഒരു മത്സരം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ഉണ്ണിമോളും തമ്പുരും തമ്മിൽ ഒരു മത്സരം നടക്കും. അന്ന് എന്തായാലും ഞാനും എൻ്റെ മോളും ജയിക്കുമെന്ന് യക്ഷിയമ്മ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മോഹിനി ആയിക്കോട്ടെ, അന്ന് ജയിച്ചോട്ടെ, പക്ഷെ അതിനു മുമ്പ് ഉണ്ണിമോളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൃത്തത്തിൽ തോറ്റു പോവാണെങ്കിൽ ഉണ്ണിമോള് പറയുന്ന കാര്യം സാധിച്ചു കൊടുക്കുന്ന. ഉണ്ണിമോളുടെ ആഗ്രഹം പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോള് പറഞ്ഞു, അതെ, എനിക്ക് എന്റെ തമ്പുരുമോളെ വേണമെന്ന് പറയണം. തമ്പുരുവിന്? അതെ, എന്റെ കളിക്കൂട്ടുകാരിനെ എനിക്ക് വേണമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം യക്ഷിയമ്മ ഞെട്ടിപ്പോയി. ഗിരിദേവൻ പറഞ്ഞു, തമ്പുരുവിനെ വേണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തമ്പുരുവിന് ഇപ്പം അറിയത്തില്ല ഉണ്ണിമോൾ ആരാ എന്താന്ന്, കാരണം യക്ഷിയമ്മയുടെ മോളായിട്ടാണ് അവള് നിൽക്കുന്നത്. അങ്ങനെയല്ല, കളിക്കൂട്ടുകാരിയായിട്ട്, ഉണ്ണിമോളുടെ കളിക്കൂട്ടുകാരായിട്ട് ഉണ്ണിമോളെ തിരിച്ചറിയുന്ന ആ തമ്പുരിനെ വേണ്ടേന്ന് പറയാം. ഇത് കേട്ടത് ഒരു നിമിഷം യക്ഷിയമ്മയെ നോക്കി ഗിരിദേവനെയൊക്കെ. പിന്നീട് പറഞ്ഞു, നിങ്ങൾ ആരാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ ആരാന്നുള്ള സത്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു പറയണം. ഇത് കേട്ടതും മോഹിനി പറഞ്ഞു, നിങ്ങളുടെ മുഖത്തൊരു ചൈതന്യമുണ്ട്, നിങ്ങൾ സാധാരണ സ്ത്രീയല്ലെന്ന് ഞങ്ങൾക്ക് അറിയാന്ന് പറയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാന്ന് പറയാം. ഇത് കേട്ടത് യക്ഷിയും പറഞ്ഞു, നിങ്ങൾ ആരാ? എന്നെക്കുറിച്ച് ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെക്കാരായിരിക്കില്ലെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് യക്ഷിയമ്മ അവളുടെ മുന്നിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയം മഹാവിഷ്ണു ചെറിയൊരു പുഞ്ചിരി നൽകുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ. ഇനി നമ്മൾ അടുത്ത ആഴ്ചത്തെ വിശേഷങ്ങളെ കാണാൻ പോകുന്നു കേട്ടോ. അപ്പൊ അതിനകത്ത് തമ്പുരുമോളെ തിരിച്ച് രഘുവരനെ കിട്ടുന്ന, ഉണ്ണിമോള് ക്ഷേത്രം പണി കഴിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്ന